Hi students, today we are discussing the topic financial analysis. What's the meaning of financial analysis? Financial analysis is the process of evaluating businesses, projects, budgets and other finance related transactions. That means organization ഇവാലുവേഷൻ നടത്തണം, ബിസിനസ്സിൻ്റെ ഇവാലുവേഷൻ നടത്തും, അല്ലെങ്കിൽ പ്രോജക്ട്സ് ആണെങ്കിലും ബഡ്ജറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ അതർ ഫിനാൻസ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്, എല്ലാ ഫിനാൻസിനോട് അനുബന്ധിച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഇവാലുവേഷൻ നടത്തുന്ന ഒരു പ്രോസസ്സിനാണ് ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ ടു വാട്ട് പർപ്പസ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസ് നടത്തുന്നത്? ടു ഡിറ്റർമിൻ ദ പെർഫോമൻസ്, ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്രോജക്ട്സിൻ്റെ പെർഫോമൻസ് ഡിറ്റർമിൻ ചെയ്യാൻ, അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആണോ, സസ്റ്റൈനബിലിറ്റി ഉണ്ടോ എന്നെല്ലാം ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയാണ് ഫിനാൻഷ്യൽ അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ അനാലിസിസ് ഇസ് ദ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ഇവാലുവേഷൻ. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പ്രോജക്ട്സിൻ്റെ ഇവാലുവേഷൻ നടത്തുന്നത്, എല്ലാ ബിസിനസ് ഫിനാൻസ് റിലേറ്റഡ് ആക്ടിവിറ്റീസിൻ്റെയും ഇവാലുവേഷൻ നടത്തുന്ന ഒരു പ്രോസസ്സിനാണ് ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫിനാൻഷ്യൽ അനാലിസിസ് ഇസ് യൂസ് ടു അനലൈസ് വെദർ എൻറ്റിറ്റി സ്റ്റേബിൾ, ദാറ്റ് ഈസ് ഒരു ഓർഗനൈസേഷൻ സ്റ്റേബിൾ ആണോ, അതായത് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണോ, ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉണ്ടോ, സോൾവൻ്റ് ആണോ, മീൻസ് എന്തെങ്കിലും ഒരു ലോസ് അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അത് മീറ്റ് ചെയ്യാനുള്ള ഒരു കണ്ടിൻജൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ മീറ്റ് ചെയ്യാനുള്ള ഫണ്ട് കയ്യിലുണ്ടോ, അല്ലെങ്കിൽ ലിക്വിഡ് ആണോ, മീൻസ് ഇതുപോലെ തന്നെ എന്തെങ്കിലും എമർജൻസി കേസ് വന്നാൽ ക്യാഷ് ഉണ്ടോ, അതുപോലെ പ്രോഫിറ്റബിൾ ആണോ എന്നെല്ലാം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ടൂളാണ് ഫിനാൻഷ്യൽ അനാലിസിസ്. ഓക്കെ, ഒരു മോണിറ്ററി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ആ ഓർഗനൈസേഷൻ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ സ്റ്റേബിൾ ആണോ, സോൾവൻ്റ് ആണോ, ദെൻ ലിക്വിഡ് ആണോ, പ്രോഫിറ്റബിൾ ആണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഇവാലുവേഷൻ പ്രോസസ്സാണ് ഫിനാൻഷ്യൽ അനാലിസിസ്. നമ്മൾ എങ്ങനെ ഫിനാൻഷ്യൽ അനാലിസിസ് നടത്തുന്നത്? ടു ചെക്ക് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. നമുക്കറിയാം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് സ്റ്റഡി നടത്തിയിട്ട് ഓർ ഇവാലുവേഷൻ നടത്തിയിട്ടാണ് ഫിനാൻഷ്യൽ അനാലിസിസ് നമ്മൾ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എന്തൊക്കെയായിരിക്കും നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്? ട്രയൽ ബാലൻസ് ആവും, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതെല്ലാം നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ട് ചെക്ക് ചെയ്യും. ഓർഗനൈസേഷൻ പ്രോഫിറ്റ് ആണോ, ലോസ് ആണോ. പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കുറച്ചുകൂടി പ്രോഫിറ്റ് ആക്കാൻ പറ്റും. ലോസ് ആണെങ്കിൽ നമുക്ക് മാക്സിമം ലോസ് അങ്ങനെ കുറച്ച് ഓർഗനൈസേഷനെ ഡെവലപ്പ് ചെയ്ത് പ്രോഫിറ്റ് ആക്കാൻ പറ്റുന്നെല്ലാം നമ്മൾ ചെയ്യുന്നത് ഈ ഫിനാൻഷ്യൽ അനാലിസിസിന് വേണ്ടിയാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ടാണ് ഫിനാൻഷ്യൽ അനാലിസിസ് നടത്തുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഓബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്. What are the main objectives of financial analysis? First one, assessment of past performance. അസസ്മെൻറ്റ് ഓഫ് പാസ്റ്റ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ പാസ്റ്റ് പെർഫോമൻസ് അസസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടു പ്രെഡിക്റ്റ് ദ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് ഓഫ് ദ കമ്പനി, പാസ്റ്റ് പെർഫോമൻസ് ഇസ് അനലൈസ്ഡ്. എന്തിനാണ് നമ്മൾ പാസ്റ്റ് പെർഫോമൻസ് അനലൈസ് ചെയ്യണേ? പാസ്റ്റ് പെർഫോമൻസ് സ്റ്റഡി നടത്തിയതിന് ശേഷമാണ് ഫ്യൂച്ചറിലെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യണേ. ഓക്കെ, ദെൻ past performance is analyzed by reviewing the trend of past sale, profitability, cash flow, etc. That means നമ്മൾ പാസ്റ്റ് പെർഫോമൻസ് എങ്ങനെ അനലൈസ് ചെയ്യണേ? എന്തൊക്കെ നമ്മൾ നോക്കും? പാസ്റ്റ് സെയിൽ റിവ്യൂ നടത്തും, പ്രോഫിറ്റബിൾ ആണോ നോക്കും, ക്യാഷ് ഫ്ലോ എത്ര ഉണ്ടായിരുന്നു അറിയും, ദെൻ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര ഉണ്ടായിരുന്നു എല്ലാം എന്നൊക്കെ നമ്മളൊരു ഇവാലുവേഷൻ, അതെല്ലാം നമ്മൾ റിവ്യൂ ചെയ്തതിന് ശേഷമാണ് പാസ്റ്റ് പെർഫോമൻസ് അസസ് ചെയ്യുന്നത്. ഈ പാസ്റ്റ് പെർഫോമൻസ് അസസ് ചെയ്യുന്ന അതിനെ ബേസ് ചെയ്തിട്ടാണ് ഫ്യൂച്ചറിൽ നമുക്ക് എത്ര പ്രോസ്പെക്ട്സ് ഉണ്ടാവില്ല, ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യണത് ബേസ്ഡ് ഓൺ ദിസ് പാസ്റ്റ് പെർഫോമൻസ്. ഓക്കെ, ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? അസസ്മെൻറ്റ് ഓഫ് പാസ്റ്റ് പെർഫോമൻസ്, ഓർഗനൈസേഷൻ്റെ പാസ്റ്റ് പെർഫോമൻസ് അസസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്, ദാറ്റ് ഈസ് അസസിങ് ദ കറൻറ്റ് പൊസിഷൻ ആൻഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി. ഓക്കെ, കറൻറ്റ് പൊസിഷൻ അസസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഗനൈസേഷൻ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, എക്സാമിനിങ് ദ കറക്റ്റ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി, ദാറ്റ് ഈസ് ഓർഗനൈസേഷൻ കറക്റ്റ് പ്രോഫിറ്റബിൾ ആണോ പോണേ, ഓപ്പറേഷൻ എഫിഷ്യൻസി എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഹെൽത്ത് ആണോ കമ്പനി, അതെല്ലാം നമ്മൾ അറിയാൻ വേണ്ടിയാണ് കറൻറ്റ് പൊസിഷൻ അസസ് ചെയ്യുന്നത്. ദെൻ for long-term decision making, assets and liabilities of the company are reviewed. That means long term ആണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ്റെ അസറ്റ്സിൻ്റെ ലയബിലിറ്റീസ് നമ്മൾ കറക്റ്റായിട്ട് റിവ്യൂ നടത്തിയതിന് ശേഷം മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. സോ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്, ദാറ്റ് ഈസ് അസസ്മെൻറ്റ് ഓഫ് കറൻറ്റ് പൊസിഷൻ. ഓർഗനൈസേഷൻ്റെ കറക്റ്റ് പൊസിഷൻ പ്രോഫിറ്റബിൾ ആണോ അല്ലെങ്കിൽ ഓപ്പറേഷണൽ എഫിഷ്യൻസി അസസ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്. ദെൻ തേർഡ് വൺ, predicting growth and profitability prospects.
predicting growth and profitability prospects. That means with the help of financial statement analysis, assessment and prediction of the bankruptcy, profitable business failure can be done. That means financial statement ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസ് നടത്തുന്നതെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ആ ഒരു ഇവാലുവേഷൻ നടത്തുന്നത് ഓർഗനൈസേഷൻ ബിസിനസ്സിൻ്റെ ഇവാലുവേഷൻ പർപ്പസ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നടത്തുന്നത്. സോ അതിനെ ബേസ് ചെയ്ത് ചെയ്യുമ്പോൾ ഓർഗനൈസേഷൻ ബാങ്ക്രപ്സി ആണോ അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആണോ എന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാനും കൂടി നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ഫിനാൻഷ്യൽ അനാലിസിസ് വി ക്യാൻ പ്രെഡിക്റ്റ് അവർ ബിസിനസ് പ്രോഫിറ്റബിൾ ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫെയിലിയർ ഉണ്ടാവോ ആ ഒരു പ്രഡിക്ഷൻ നടത്താൻ നമ്മളെ മീൻസ് ഗ്രോത്ത് ആൻഡ് പ്രോഫിറ്റബിലിറ്റി പ്രഡിക്റ്റ് ചെയ്യാനും ഫിനാൻഷ്യൽ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഒരു ഫ്ലോ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക പാസ്റ്റ് പെർഫോമൻസ് കുറേ നാൾ ലോസ് ആണ് നമുക്കറിയാം. ഗ്രാജുവലി നെക്സ്റ്റ് ഇയേഴ്സും ലോസ് ആയിരിക്കും. പക്ഷേ അതേ ലോസ് ആയിട്ട് പിന്നെ ഡെവലപ്പ് ചെയ്ത് വരുന്ന പ്രോഫിറ്റബിൾ ആണെങ്കിൽ വി ക്യാൻ പ്രെഡിക്റ്റ് ഇറ്റ് വിൽ ബിക്കം മോസ്റ്റ് പ്രോഫിറ്റബിൾ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രഡിക്ഷൻ നമുക്ക് നടത്താൻ പറ്റും. ദെൻ ലാസ്റ്റ് വൺ ലോൺ ഡിസിഷൻ ബൈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ബാങ്ക്സ്. ഓർഗനൈസേഷൻ നമ്മളെപ്പോഴും ഔട്ട്സൈഡ് സോഴ്സ് എടുത്തിട്ടായിരിക്കും ഫണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫണ്ട് കിട്ടണമെങ്കിൽ എവിടുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് ലോണായിട്ട് കിട്ടണം, ലോൺ തരണം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, അങ്ങനെ ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലോൺ തരണമെങ്കിൽ നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ തരുമോ? ഇല്ല. നമ്മൾ ഓർഗനൈസേഷൻ എന്താ പറയുക ലോൺ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ സോൾവൻ്റ് ആണോ സ്റ്റേബിൾ ആണോ എന്നെല്ലാം അവർ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ലോൺ പ്രൊവൈഡ് ചെയ്യുള്ളൂ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ അവർക്കത് എങ്ങനെ അറിയണേ? ഫിനാൻഷ്യൽ അനാലിസിസ് നടത്തി. ദാറ്റ് മീൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ചെക്ക് ചെയ്തിട്ട് ഓർഗനൈസേഷൻ പ്രോഫിറ്റബിൾ ആണോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ള ഒരു സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രമേ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലോൺ ഡിസിഷൻ എടുക്കുള്ളൂ. അല്ലെങ്കിൽ ബാങ്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ അനി അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർഗനൈസേഷൻ നമ്മളുടെ കമ്പനിക്ക് ലോൺ തരണമെങ്കിൽ ഫിനാൻഷ്യൽ അനാലിസിസ് കൂടി മീൻസ് ആ ഒരു പർപ്പസിനും കൂടി നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസ് ചെയ്യുന്നത്. That means financial analysis helps the financial institutions, loan agencies and banks to decide whether a loan can be given to the company or not. Means അത് നമ്മളിപ്പോൾ ലോൺ അപ്ലൈ ചെയ്താലും കിട്ടണം എന്നില്ല. നമ്മുടെ ഓർഗനൈസേഷനെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ബാങ്ക്സ് ആണെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും ലോൺ പ്രൊവൈഡ് ചെയ്യണേ. അത് എന്ത് നോക്കിയിട്ട് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നോക്കിയിട്ട് അല്ലെങ്കിൽ കമ്പനി പ്രോഫിറ്റബിൾ ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഒബ്ജക്റ്റീവ്സ്. ഫസ്റ്റ് വൺ ഒന്നുകൂടി പറയാം, അസസ്മെൻറ്റ് ഓഫ് പാസ്റ്റ് പെർഫോമൻസ് അസസ് ചെയ്യാൻ. ദെൻ അസസ്മെൻറ്റ് ഓഫ് കറൻറ്റ് പൊസിഷനും ഓപ്പറേഷണൽ എഫിഷ്യൻസിയും അസസ് ചെയ്യാൻ വേണ്ടി. ദെൻ predicting growth and profitability prospects, that is growth predict ചെയ്യുക. The last one loan decision by financial institutions. അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലോൺ തരണമെന്ന് അവർ ഡിസിഷൻ എടുക്കുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ അനാലിസിസിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, താങ്ക് യു.